തിരിച്ചു പോകാൻ പോവുകയാണ്. ഇനി അവർക്ക് വെറും 6-7 മാസം കൂടിയേ കാലാവധിയുള്ളൂ. ഒരു സംശയവും വേണ്ട, അടുത്ത മാർച്ച് ഏപ്രിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി, UDFിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതിന് വഴി ഒരുക്കുന്നതിന് ഈ സാഹസ് യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് വരെ ഒരു മഹിളാ കോൺഗ്രസിനെ, ബിന്ദു കൃഷ്ണ അടക്കം ഇത് ഉള്ള നേതാക്കന്മാർ വേദിയിലിരിക്കുകയാണ്, ഒരു മഹിളാ കോൺഗ്രസിൻ്റെ യാത്ര ഈ 9 മാസക്കാലമെടുത്ത് 1474 മണ്ഡലങ്ങളിൽ പോയി ഇത്രയും വിജയകരമായി സമാപിച്ചിട്ടില്ല. ഈ 9 മാസം നല്ല മഴയുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു, ഒന്നിലും പതറാതെ. സാധാരണ നമ്മളെല്ലാം പറയാറുണ്ട് സ്ത്രീകൾ പെട്ടെന്ന് വാടിപ്പോകുന്നു, ഒരു വാട്ടവുമില്ല. ഞങ്ങൾ പറയാറുണ്ട് സ്ത്രീകൾ പെട്ടെന്ന് വാടിപ്പോകുന്നു. പക്ഷേ പാടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കരുത്ത് തെളിയിക്കുന്നവരാണെന്ന് കൂടി നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ണുനീരിൽ ഈ സർക്കാർ ഒലിച്ചു പോകും. ജനകീയ പ്രശ്നങ്ങൾ, 9.5 മാസക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അഴിമതി നിറഞ്ഞ ഭരണം, ജനദ്രോഹ നടപടികൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് ഈ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ യാത്ര ഇന്നിവിടെ സമാപിക്കുമ്പോൾ